പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ദൈവവചന നിമിത്തമായും യേശു കർത്താവിൻ്റെ സാക്ഷ്യം നിമിത്തമായും ഈ ഭൂമിയുടെ പരപ്പിൽ ഒരുമിച്ച് ആ വചനവുമായി അടുത്തു വരുവാൻ ദൈവം തന്ന ഭാഗ്യത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം നാവിന് ബലവും ആയുസ്സും ആരോഗ്യവും നൽകി തന്ന കർത്താവിന് എല്ലാ നന്മകളും എല്ലാ കൃപകളും, കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കുമായി കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട്, നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഫെസ്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ. എഫെഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 10 and 11. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഒത്തിരി പരിചിതമായ വാക്യമാണ്. പിന്നെ ഇതൊരു കൺക്ലൂഡ് ചെയ്യുന്ന വാക്യമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ആദ്യ 2 പോർഷനാണ്. ഒന്ന്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അടുത്ത വചനം പറയുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ 2 ഭാഗമാണ്, രണ്ടും 2 തലത്തിലാണ്. പക്ഷേ 2 കാര്യത്തിൻ്റെ ഉദ്ദേശം ഒന്നാണ്. ഒന്ന്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. അമിത ബലം എന്ന് അതുപോലെ തന്നെ ഈ പുസ്തകത്തിനകത്ത് തന്നെ 1-ാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു വാക്കുണ്ട്, അത്യന്ത ശക്തി. അപ്പൊ ദൈവത്തിന്റെ ശക്തിയെ അളക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന 2-3 വാക്കുകളാണ് അമിത ബലം, അത്യന്ത ശക്തി. പിന്നെ ഒരു വാക്ക് കാണാം, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇറ്റ് ഈസ് ഇമ്മെഷറബിൾ. അളവറ്റ വലിപ്പം, അളവറ്റ ഈ വാക്കുകൾ കാണാം. അപ്പോ ദൈവത്തിന്റെ ആ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ നമ്മുടെ ശക്തി തീരുന്നിടത്ത്, നമ്മുടെ പവർ തീരുന്നിടത്ത് ഒരിക്കലും തീരാത്തൊരു പവർ, ഒരിക്കലും തീരാത്തൊരിടം, ഒരിക്കലും അവസാനിക്കാത്ത ഒരു അമിത ശക്തി നമുക്ക് വേണ്ടി കർത്താവ് തരുന്നുണ്ട്. ഇപ്പോ നമ്മൾക്ക് ഓടിക്കുന്ന വാഹനത്തിന്റെ ബാറ്ററി, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ ചാർജർ, ആ മൊബൈൽ ഫോണിന്റെ ബാറ്ററി നമ്മൾ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചാർജ് തീർന്നു പോകും. ഇത് പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ചാർജർ അല്ല, അത് പോർട്ടബിളാണ്. പക്ഷെ ഈ ചാർജ് തീർന്നു കഴിയുമ്പോൾ നമ്മളൊരു സോഴ്സിൽ കൊണ്ട് കുത്തിയിടും. ആ സോഴ്സിൽ കുത്തിയിട്ടാൽ ഒരു ഫോണിന് ചാർജ് കയറുന്നത് ഒരു ഇലക്ട്രിക്കൽ സംവിധാനത്തെ സംബന്ധിച്ച്, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയാലും ഇലക്ട്രിക്കൽ സംവിധാനത്തെ സംബന്ധിച്ച് അത് വളരെ ചെറിയൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൂര്യന്റെ താപം എന്ന് പറയുന്നത് അത് ഈ ഭൂമിയെ നിറയ്ക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നീതി സൂര്യനാകുന്ന യേശു കർത്താവിന്റെ സോഴ്സ്, ആ ദൈവത്തിന്റെ സോഴ്സ്, ഒരിക്കലും പറ്റാത്ത സോഴ്സ്, ആ സോഴ്സിനെ വിവരിക്കാൻ പറ്റുന്ന വാക്കുകൾ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് അമിത ബലം, അത്യന്ത ശക്തി, അവന്റെ അളവറ്റ വലിപ്പം, ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറയുന്നത് അളക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളോട് പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്ന വാക്കിതാ, ഒടുവിൽ എല്ലാ സാഹചര്യങ്ങളും കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറ്റുന്നില്ല, ഇങ്ങനെ ഒരു തീരുമാനം കർത്താവിനെ അറിഞ്ഞ് വചനത്തിന്റെ ആ സത്ത മനസ്സിലാക്കി ഒടുവിൽ ഒരു കാര്യം ചെയ്തോണം, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. നിന്റെ ശക്തി ചോർന്നു പോയി എന്ന് തോന്നുമ്പോൾ, നിനക്ക് ശക്തി ഇല്ലെന്ന് തോന്നുമ്പോൾ, നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുമ്പോൾ, ഈ ചെങ്കടൽ കിടക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ, ഈ യോർദാൻ കിടക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ, ഈ കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരമില്ലെന്ന് ചിന്തിക്കുമ്പോൾ, ഇതിനൊരു പരിഹാരമില്ലെന്ന് ചിന്തിക്കുമ്പോൾ, അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. ഒരു സ്ത്രീ കുപ്പിയും കുറുപ്പടിയുമായിട്ട് നടന്ന് മടുത്ത് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. എഴുതിയിരിക്കുന്ന വചനം, വൈദ്യന്മാർ ഏറിയോ എന്ന് സഹിച്ചു. ആ സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സാഹചര്യത്തിനകത്താണ് യേശുവിനെ ആശ്രയിക്കാൻ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇതാണ് കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. അവൾ എപ്പോ തീരുമാനിച്ചോ ആ തീരുമാനിച്ചപ്പോ തന്നെ സ്വർഗ്ഗം അത് അപ്രൂവ് ചെയ്തു. കർത്താവിൽ ആശ്രയിച്ചു. ആ ശക്തിക്കകത്ത് ഈ അടുത്തൊരു ഭാഗം കൂടെ പറയാനുള്ള വേഗത്തിൽ അടുത്ത ഭാഗത്തോട് ചിന്തിക്കാം. അതിങ്ങനെ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ.
രണ്ട് ഭാഗമാണെങ്കിലും കോറിലേറ്റഡാ. ഒന്ന്, കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ. എങ്ങനെയാണ് ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു മെത്തേഡ്? അതാണ് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അതിർത്തി കാൽക്കാൻ നിൽക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരൻ, അവന്റെ കയ്യിൽ AK-47 തോക്കുണ്ടാകും, അവന്റെ കയ്യിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഗണ്ണും മറ്റു സംവിധാനങ്ങളും ഉണ്ടാകും. അപ്പൊ തന്നെ അവന്റെ തൊപ്പി ഉണ്ടാകും, ബ്യൂട്ടുണ്ടാകും, അവന്റെ ഒരു പ്രത്യേക വസ്ത്രമുണ്ട്. നമുക്കറിയാം CRPFിലേക്ക് പട്ടാളക്കാർക്ക് പ്രത്യേക വസ്ത്രമുണ്ട്, അല്ലാത്ത പട്ടാളക്കാർക്ക് അവരുടേതായ വസ്ത്രമുണ്ട്. ഈ വസ്ത്രത്തിന് തന്നെ കാണുമ്പോൾ അറിയാം ഇവര് പട്ടാളക്കാരനാ. അവന്റെ ബൂട്ട് വേറെയാ, അവന്റെ ഷർട്ട് വേറെയാ, അവന്റെ തൊപ്പി വേറെയാ, അവന്റെ ഹെയർ കട്ട് പോലും വേറെയാ, അവന്റെ മീശ വെട്ടിയിരിക്കുന്നത് വേറെയാ. കാണുമ്പോൾ അറിയാം ഇവൻ പട്ടാളക്കാരനാ. പട്ടാളവുമായിട്ട് യോജിച്ച അവന്റെ ആ നിൽപ്പ്, അവന്റെ കയ്യിലെ ആയുധം കാണുമ്പോൾ അറിയാം. ഇവിടെ അതെന്തിനാണെന്നറിയാം? അതിർത്തി കാക്കുന്ന കാവൽക്കാരൻ ശത്രു സൈന്യത്തിന്റെ ആക്രമണം ഏത് സമയത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ആയുധവുമായിട്ട് അവൻ അലേർട്ടായിട്ട് 24 മണിക്കൂറും അലേർട്ടായിട്ടാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. ഇവിടെ ഈ വചനമാണ് ഓർപ്പിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ സർവായുധങ്ങളും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഈ 6-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളില് അവിടെ സർവായുധ വർഗത്തിന്റെ എല്ലാ വിശേഷതയും പറഞ്ഞിട്ടുണ്ട്. കാലിന് സമാധാനത്തിന്റെ ചെരുപ്പ്, അരയ്ക്ക് സത്യം, നീതി എന്ന ആ കവചം, പിന്നെ രക്ഷ എന്ന ശിരസ്ത്രം, ആ ആയുധങ്ങൾ ഒന്നൊന്നായി പറഞ്ഞിട്ടുണ്ട്. ഈ ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് അത് ഒരു പട്ടാളക്കാരൻ പറയും, ഞാൻ അതിർത്തിയിലാണ് നിൽക്കുന്നത്. ആ ജമ്മു കാശ്മീർ അതിർത്തി നിൽക്കുന്ന തണുപ്പിനെ ഓവർകം ചെയ്യാൻ, തണുപ്പിനെ പ്രതിരോധിക്കുന്ന ജാക്കറ്റ് ഉണ്ട്, അത് പട്ടാള വേഷമുണ്ട്, തോക്കുണ്ട്. ഒരുത്തം പറയും എനിക്ക് തണുപ്പിനൊന്നും കുഴപ്പമില്ല, ഞാനിങ്ങനെ നിന്നോളാം, ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. ഇത് ഒരു പട്ടാളക്കാരന്റെ ഉത്തരവാദിത്വമാണ്. ഇത് പടർക്കളത്തിൽ പോരാടുന്ന പോരാളിയുടെ ഉത്തരവാദിത്വമാണ്. അവന്റെ കയ്യിലെ സർവായുധ വർഗങ്ങൾ, അവന്റെ കയ്യിലെ ദൈവത്തെ എപ്പോഴും സർവായുധ വർഗം തരാൻ തയ്യാറാ. ദൈവം തരുന്ന സർവായുധ വർഗം കരത്തിൽ പിടിച്ച് അതിന്റെ ആ യുദ്ധത്തെ ഏതു സമയവും സംഹാരകൻ കയറി വരുന്നത് മനസ്സിലാക്കി പ്രതിരോധിക്കാൻ തക്കവണ്ണം നീ നിൽക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വമാ കുഞ്ഞെ. ഇന്ന് കേൾക്കുമ്പോൾ നീ നിന്നോ. പിശാച് നിന്റെ നേരെ വരുന്നുണ്ട്, പക്ഷേ നിന്നെ തോടാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സർവായുധ വർഗം മതി. ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. ഒരു ആയുധം മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഈ പഴയ നിയമകാലത്ത് ഒരിക്കൽ പറഞ്ഞു സംഹാരകം വരിക. എന്തിനാണെന്നറിയാമോ? കടിഞ്ഞൂലുകളെ കൊല്ലുവാൻ. മിസ്രയീം ദേശത്ത് മുഴുവൻ വരും, സകല നാട്ടിലും വരും, സകല വീട്ടിലും വരും. അന്ന് ആ ദൈവം ഒരു സർവായുധ വർഗം കൊടുത്തു. ഒരാടിന്റെ ചോര, ഒരു കുഞ്ഞാടിന്റെ, അത് യേശു കർത്താവിന്റെ നിഴലായി ഒരു ആടിന്റെ ചോര അതെടുത്തിട്ട് കട്ടിളപ്പടിമേലും കുറുപടിമേലും ഈസോപ്പ് തണ്ടുകൊണ്ട് ഒന്ന് തൊടുവിച്ചേക്കണം. ഒന്ന് തൊടുവിച്ചാൽ മതി. ഈ ബ്ലഡ് കണ്ട് തൊടുന്ന മറ്റുള്ളവർക്കോ പുറം ലോകത്തിന് മനസ്സിലാകത്തില്ല എന്തോ പറ്റി. രക്തം കൊണ്ട് ആരെങ്കിലും കട്ടിളപ്പടിമേൽ വെക്കോ, കുറുമ്പടിമേൽ വെക്കോ, ഇത്രേ തോന്നുന്നുള്ളൂ. പക്ഷേ ഈ രക്തം വെക്കാൻ പറഞ്ഞ ദൈവത്തിനും അതനുസരിക്കുന്ന വീട്ടിലെ അപ്പച്ചനും അറിയാം ഇതിന്റെ പ്രാധാന്യം എന്താന്ന്. അർദ്ധരാത്രിയിൽ 12 മണി സമയം എല്ലാ വീട്ടിലും സംഹാരകൻ വന്നു. അവിടുത്തെ മനുഷ്യൻ തൊട്ട് മൃഗങ്ങൾ തൊട്ട് സകലത്തിലെയും ആദ്യ ജാതന്മാർ അതേ മരണപ്പെട്ട് നിലവിളി വീട്ടിൽ അകത്തുനിന്ന് ഉയർന്നുകൊണ്ടിരിക്കുമ്പോ, ഹല്ലേലൂയ, ഈ രക്തമുള്ള വീട്ടിൽ വന്ന് സംഹാരകം നോക്കിയിട്ട് തൊടാൻ പറ്റിയില്ല. ഇതിന്റെ പേരാ ദൈവത്തിന്റെ സർവായുധ വർഗം. ഇന്ന് പറയട്ടെ പ്രിയരെ, ഈ വചനം കേൾക്കുമ്പോ നിനക്കെതിരെ ഒരു ആയുധവും ഫലിക്കയില്ല. ആഭിചാരം ഇസ്രായേലിൽ ഏൽക്കയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിൽ ഫലിക്കയില്ല. കാരണം ഇതാ തരിച്ചു പാർക്കുന്ന ഒരു ജനം, അതേ ആഭിചാരം നിനക്ക് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഏൽക്കയില്ല. കാരണം നീ അകപ്പെട്ടിരിക്കുന്ന, നീ ഉൾപ്പെട്ടിരിക്കുന്ന ആ രക്തത്തിന്റെ മുദ്രയ്ക്ക് അകത്താന്ന്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കലാണ് നീ വന്നിരിക്കുന്നത് മനസ്സിലാക്കിയാൽ, ആ രക്തത്തിന്റെ മുദ്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ടാ ഒടുവിൽ അതേ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു വചനമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൽ. നിന്നെ ഈ ലോകത്തിലൊരു ശക്തിക്ക് തൊടാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, നിന്നിലുള്ള വാഗ്ദത്തം നിവർത്തിച്ച്, ജോസഫിനോടുള്ള വാഗ്ദത്തം നിവർത്തിച്ച് സിംഹാസനത്തിൽ ഇരുത്തിയ പോലെ നിന്നിലുള്ള വാഗ്ദത്തം നിവർത്തിച്ച് എത്തിക്കാൻ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ,
ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ആത്മാവിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പ. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പ്രാർത്ഥനാ പോരാളികൾക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം. സകല മാനവത്തോട് എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ മറയാം. ഗോഡ് ബ്ലെസ് യു ഓൾ.